ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻബീസ് മീഡിയ. ഇന്ന് നമ്മൾ പ്ലാൻ ഹണ്ടിങ്ങും അല്ല. പ്ലാൻ ഹണ്ടിങ് അല്ലെന്ന് വെച്ചാൽ വീഡിയോ തന്നെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ശാരീരികമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു പനിയുടെ ലക്ഷണമൊക്കെ കഴിഞ്ഞ് കയറി വരുന്നതേ ഉള്ളൂ, രക്ഷപ്പെട്ട് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നാമത്തെ കേസ്. രണ്ടാമത്തേത് നമ്മുടെ സ്ഥിരം ക്യാമറാമാനായ നമ്മുടെ സ്വന്തം അനിയൻ ഉണ്ണിയില്ല. ഉണ്ണിയുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണിയും തിരക്കിലാണ്. അതുകൊണ്ടൊരു പ്ലാൻ ഹണ്ടിങ് വീഡിയോ ഒന്നും ഇല്ല. പിന്നെ നിങ്ങൾ ഒരുപാട് നാളായി എന്നെ വീഡിയോ ആയിട്ട് കണ്ടിട്ട്, അപ്പോൾ നിങ്ങളങ്ങ് മറന്നു പോയാലോ എന്ന് കരുതിയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, നമ്മൾ തിരിച്ചു വരവിൻ്റെ പാതയിലാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 10-20 മിനിറ്റ് കൂടുതലാവാൻ സാധ്യതയുണ്ട്. കാരണം അത് ഹോം ഗാർഡൻ ടൂറാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് വീട്ടിലുള്ള ചെടികൾ. പിന്നെ ഒരു കുഞ്ഞു ഫാം കണക്കുണ്ട്. ഫാമെന്ന് ഞാൻ അവകാശപ്പെടുന്ന ഒരു കുഞ്ഞു ഫാമുണ്ട്. അപ്പോൾ ഒരു ഫാം ടൂറെന്നോ ഒരു ഹോം ഗാർഡൻ ടൂറെന്നോ എന്ത് വേണോ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഒരു ഹോം ഗാർഡൻ ടൂറിന് പറ്റിയ കാലാവസ്ഥ അല്ല ഇത്. കാരണം ചൂടുള്ള കാലാവസ്ഥയാണ്. കംപ്ലീറ്റ് ചെടികളും കരിഞ്ഞുണങ്ങി കിടക്കുകയാണ്. പിന്നെ ശാരീരികമായിട്ട് അവശതകൾ ഉള്ളതിനാൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ ചെയ്ത് അവതരിപ്പിക്കണം. കാരണം ഞാനും തമ്മിലുള്ള ബന്ധം അങ്ങോട്ട് സുഖമായിട്ട് അങ്ങ് നിൽക്കണമല്ലോ, എന്നും നിലനിൽക്കണമല്ലോ. കുറേ നാൾ ഒരു മാസം കൂടെയൊക്കെ ഞാൻ കട്ടിൽ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളങ്ങ് കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാലോ. ആ കാര്യം പറഞ്ഞപ്പോൾ സന്തോഷം, വളരെ സന്തോഷമുള്ളൊരു കാര്യം ഇവിടെ പറയാം. 3 മാസം മുമ്പ് തുടങ്ങിയ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. മോണിറ്റൈസ് ആയതിൻ്റെ സന്തോഷം നിങ്ങളോട്ട് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഭയങ്കര ഗിവ് അവേ നടത്തുന്നുണ്ട്. പ്ലാന്റാണ് ഗിവ് അവേ ആയിട്ട് സമ്മാനമായിട്ട് വരുന്നത്. എന്തൊക്കെ പ്ലാന്റ്, അതിൻ്റെ ഗിവ് അവയുടെ വിശദാംശങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീടും പരിസരവും ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യം നമുക്ക് നമ്മുടെ കുറച്ച് കൊളീസ് കാണാം, കണ്ണാടി ചെടികൾ കാണാം. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഞാൻ തൈ വെച്ചിട്ടുണ്ട്. ഇതൊരു ഷെയ്ഡാണ്. നമ്മുടെ നോർമൽ ഈ ഷെയ്ഡാണ് വരുന്നതെങ്കിൽ ഇതിനകത്ത് വെയിൽ നിന്നപ്പോഴത്തേക്ക് വെട്ടം അടിച്ചപ്പോഴത്തേക്കുണ്ട്. ഇത് കൊളീസിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് രണ്ടാമത്തെ ഒരു വെറൈറ്റി. ഇത് നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റിയാണ്. കൊളീസിൻ്റെ തന്നെ കൊളീസ് കണ്ണാടി ചെടി കാണിച്ചിട്ട് നമുക്ക് പോകാം. കണ്ടോ, ഇതിനകത്ത് ഇവിടെ നിങ്ങൾ കാണാത്ത ഒരെണ്ണം ഉണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഇത് നിങ്ങളധികം കണ്ട് കാണത്തില്ല. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇത് കൊളീസ് അല്ല കേട്ടോ. പക്ഷേ കൊളീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇവിടെ കുറേ ഇലച്ചെടികളാണ് ഈ ഏരിയയിൽ മുഴുവൻ വെച്ചേക്കുന്നത്. ഉണ്ട്, ഇത് എൻ്റെ അടുത്തൊരു വെറൈറ്റി. നെക്സ്റ്റ് ഉണ്ട്, ഇത് നല്ലൊരു വെറൈറ്റിയാണ്. അതിനേക്കാൾ ഉണ്ട്, ഇത് നല്ല വെയിൽ കേട്ടോ, അതുകൊണ്ടാണ് ഇത് വാടി കിടക്കുന്നുണ്ട്. ഇത് നോക്കി, ഇങ്ങനൊരു വെറൈറ്റി ഉണ്ട്. നെക്സ്റ്റ് ഇതാണ്ട കൊളീസ്. പിന്നെ ഇതിൻ്റെ ഞാൻ അന്നുണ്ടാക്കിയ കൊക്കടാമയില്ലേ, അതാണ് കേട്ടോ ഇത്. അതിനകത്ത് വെച്ച പ്ലാന്റ് ഉണ്ടോ. ഇത് തന്നെ ഇതിൻ്റെ 2 ഷെയ്ഡുണ്ട് കേട്ടോ. അത് 1, പിന്നെ അതാ ഇവിടെ 2. കണ്ടോ, ഞാൻ എടുത്ത് വെച്ച് കാണിക്കാം. കണ്ടോ, ഇത് രണ്ട് ടൈപ്പാണ്. ഇങ്ങനെ 2 ടൈപ്പ് കൊളീസ് ഉണ്ട്. പിന്നെ നേരത്തെ കാണിച്ചാണ്ടേ ഇത് കണ്ടോ, ഇത് മറ്റൊരു വെറൈറ്റി. ഇത് നിങ്ങളധികം കണ്ട് കാണത്തില്ല. നെക്സ്റ്റ് ഇതൊക്കെ തൈ ആക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് അതിൻ്റെ എണ്ണാണ്ട് മറ്റൊരു ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങോട്ടൊക്കെ ഞാൻ തൈ ആക്കാൻ വെച്ചേക്കുന്നതാണ്. അപ്പോൾ കൊളീസിൻ്റെ ഒരു നല്ല കളക്ഷൻ തന്നെ ഉണ്ട് എനിക്ക്. ഞാനിത് പിന്നെ ഞാൻ പറയുന്നതാണ്, ഞാനിതെല്ലാം വൈഫിൻ്റെ അവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഓരോന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാണ് ഞാൻ വീട്ടിലും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് 1-2 വേറെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ തന്നെ ഒരു 2-3 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതുണ്ട്. ഇത് നമ്മുടെ ഒരു വെർട്ടിക്കൽ പ്ലാന്റാണ്. വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ ഇടാൻ പറ്റിയ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതൊരു കുഞ്ഞു വീഡിയോയാണ്. ഇത് നമ്മുടെ കുഞ്ഞു വീഡിയോയാണ്, കാരണം എനിക്ക് അധികം സംസാരിക്കാനും വയ്യ. ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഒരു ടൈപ്പാണ്. അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് ഇതാണ്ട് ഇത്. അതിൻ്റെ മറ്റൊരു ടൈപ്പുണ്ട്, ഞാൻ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ അരേലിയ പ്ലാന്റ്. അത് തൈ ആക്കാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ അഗ്ലോണിമ ലിപ്സ്റ്റിക്കാണ്. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. അതിനകത്ത് സ്നേക്ക് പ്ലാന്റ് വേറൊരു വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ആണത്. നെക്സ്റ്റ് ഇത് കണ്ടോ, ഇതെൻ്റെ ചെരുപ്പാണ് കേട്ടോ. കണ്ടോ, എൻ്റെ ചെരുപ്പാണ്. ഇതിനകത്ത് നിറയെ നമ്മൾ ഇതുപോലെ വെച്ചിരുന്നതാണ്. പക്ഷേ ഇവിടെ കുറേ കോഴിയും താറാവൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ഒന്ന് തിന്ന്. കാരണം അവർ ഈ കോഴിക്കും താറാവിനൊക്കെ പച്ചില ഈ ഉണക്ക സമയമായി തുടങ്ങിയപ്പോഴത്തേക്ക് പറമ്പിൽ കിട്ടാത്തതുകൊണ്ട് എൻ്റെ ചെടികളെ കയറി മേഞ്ഞു തുടങ്ങി. കണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓലയൊക്കെ ഇട്ട്, നമ്മുടെ നാടൻ സെറ്റപ്പാണല്ലോ, ഭയങ്കര ഇതൊന്നുമല്ല, ഓലയൊക്കെ ഇട്ട് ഞാൻ മറച്ച് വെച്ചേക്കണം കേട്ടോ. ഇത് തന്നെ കൊളീസിൻ്റെ മറ്റൊരു ഷെയ്ഡാണ്. ഇത് വേറൊരു ഷെയ്ഡാണ്. ഇത് നമ്മുടെ ജെറബ്രയാണ് കേട്ടോ. ജെറബ്ര അല്ല, ജെട്രോഫയാണ്. പിന്നെ ഇവിടെയൊക്കെ ഫേണിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഈ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വേണ്ട
നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതൊക്കെ കോഴി കൊത്തി പറിച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വേണ്ട എലഫൻറ്റ് ഇയർ, നമ്മുടെ കലാത്തിയുടെയൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊരു വെറൈറ്റി. ഇത് കലാത്തിയുടെ മറ്റൊരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് ഇത് കലാത്തിയുടെ വെറൈറ്റിയാണ്. ഇത് കലാത്തിയുടെ മറ്റൊരു വെറൈറ്റിയാണ്. പിന്നെ ഇവിടെ കുറേ കലേഡിയം, സിങ്കോണിയങ്ങൾ, കലേഡിയം. ഇത് കണ്ടോ, നല്ലൊരു കലേഡിയം ഓടുന്നു, പക്ഷേ നല്ല വില കൂടിയ കലേഡിയാണ് കേട്ടോ ഇത്. പക്ഷേ കോഴി നിന്നുകൊണ്ട് പോയി. ഇതൊരു ഫേണാണ്. ഞാൻ ഫേൺ ഹണ്ടിങ് വീഡിയോ ചെയ്യാൻ നേരത്ത് ഫേണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇടാം കേട്ടോ. അത് ഫേണാണ്, ഇത് ഫേണാണ്, നമ്മുടെ ഒരു ഫിലാഡൻഡ്രോണാണ്. അതാണ്ട് മറ്റൊരു ഫേൺ കണ്ടോ, അതൊരു ഫേണാണ്. ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ മുഴുവൻ ഞാൻ കുറേ ചെടികൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാണ്ട് ഇവിടെ നോക്കിയാൽ മതി, 2 ബെഞ്ച് ചേർത്തിട്ടിട്ട് ബെഞ്ചിൻ്റെ മുകളിൽ വയ്ക്കാൻ കാരണം അല്ലെങ്കിൽ കോഴി കയറി മേഞ്ഞളയും. അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ ചെടികളെല്ലാം ഉണ്ട്. ഇനി ഇവിടെ കണ്ട ഈ ഇപ്പുറത്ത് നമ്മുടെ വീടാണ്. വീടിനിവിടെ കണ്ട ഇത് ഒരു മൺചട്ടി, അതിനകത്ത് നമ്മുടെ പാവപ്പെട്ടവരെ ഹാങ്ങിങ് പോട്ട് ഇതാണ്. ഇനി ആ വശത്ത് നിങ്ങളെല്ലാം കണ്ടതാണ്, അവിടെ കുറേ തൈകൾ വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. ഇതങ്ങോട്ട് പിറകോട്ട് പോകുന്ന വശത്ത്. ഇനി ഈ വശത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം 10 മണി ആയിരുന്നെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം മൊത്തം തിന്ന് തീർത്തിട്ടുണ്ട്. കണ്ടോ, കോഴി നിരങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആകാശ വെള്ളരിയാണ് കേട്ടോ. ആകാശ വെള്ളരി വേറെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വീട്ടിൽ മുട്ട, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മുട്ട വാങ്ങിക്കുന്ന കവറായിരുന്നു. അതിനെ പിന്നെ നമ്മളിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തായാലും നല്ല രീതിയിൽ വളർന്നു വന്നു. ഇത് മുട്ട വാങ്ങിക്കുന്ന കവറായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മുട്ട വരുന്ന ട്രേ ആണ്, അതിങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സാധാരണ ബോട്ടിലെടുത്തിട്ട് അതിനകത്ത് 10 മണിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കളർ അടിച്ചിട്ടില്ല, കാരണം എനിക്ക് തൈ ആക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഇതിനകത്ത് പിന്നെ എല്ലാം ഫ്ലവർ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഇതിൻ്റെ ഈ ബാഷ്പത്തിൻ്റെ നമ്മുടെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഏരിയ മുഴുവൻ അങ്ങനെ ചെടികളാണ്. ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചൊന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ എല്ലാം. അതുകൊണ്ട് അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി ഇവിടെ നിൽപ്പുണ്ട്, അതിൻ്റെ വേറൊരു വെറൈറ്റി ഇവിടെ നിൽപ്പുണ്ട്. ഇനി ഇത് കണ്ടോ, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, പക്ഷേ തൈയാക്കി വെച്ചിട്ടുണ്ട്. തോനെ തൈകളുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ മുളക് ചെമ്പരത്തി എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതിനെ കുണുക്ക് ചെമ്പരത്തി എന്ന് പറയുന്ന നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഇവിടെ ആവശ്യമാണ്. ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. നേരത്തെ ഇതൊക്കെ മണ്ട ഒരു പ്ലാന്റോടെ വെച്ചിരുന്നതാണ്. വൈഫിൻ്റെ അവിടെ കണ്ട ഐഡിയ വീട്ടിൽ കോപ്പി അടിക്കാൻ നോക്കിയതാണ്, പാളിപ്പോയി. നെക്സ്റ്റ് ഇത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബറായ രഹന തന്നതാണ്. അതിന് ഞാൻ 2 പ്ലാന്റാക്കി മാറ്റി വെച്ചതാണ് കേട്ടോ. നമ്മുടെ ഇതാണ് ബട്ടർഫ്ലൈ പ്ലാന്റാണ്, പക്ഷേ 2 ദിവസം വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ചെറിയ വാട്ടമുണ്ട്. ഇത് ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലാണ് കേട്ടോ. ഇവിടെ ഫാഷൻ ഫ്രൂട്ട് പന്തലിട്ടുന്നതാണ്. ഈ സമയത്ത് പക്ഷേ ഉണങ്ങിപ്പോയി. അതവിടെ നിൽക്കുന്നത് നമ്മുടെ പാല് ഇറക്കാൻ വരുന്ന ചേച്ചിയാണ്. ചേച്ചി ഒരു ഹായ് കൊടുക്ക്. കണ്ട, ചേച്ചി ഒരു ഹായ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുരയിടമാണ്. അതായത് പുരയിടത്തിലോട്ട് പോയി അവിടുത്തെ കാഴ്ചകളാണ് കണ്ടിട്ട് വരാം. ഞാനിങ്ങനെ കുറേ സീറോ കോസ്റ്റ് ഐഡിയകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ബോട്ടിലെല്ലാം നമ്മുടെ ഇതെല്ലാം നട്ടേക്കുന്നതെല്ലാം ചെടിച്ചട്ടി അങ്ങ് വാങ്ങിച്ചല്ല, നമ്മുടെ സാധാരണ കുപ്പി എടുത്ത് പെയിൻ്റ് അടിച്ചെടുത്തതാണ്. അതുപോലെ തന്നെയാണ് ഇതൊരു ഓർക്കിഡ് ഒരു 2 മാസത്തിൽ കൂടുതലായിട്ട് 1.5 മാസമായി പൂ നിൽക്കുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു പൊട്ടിയ ബക്കറ്റായിരുന്നു. ആ പൊട്ടിയ ബക്കറ്റിൻ്റെ പകുതി വെച്ച് കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് അതും ഒരു ബാസ്ക്കറ്റായി. ഇത് ഞാൻ നേരത്തെ കാണിച്ചതാണ്, ഒരു മൺചട്ടി, കണ്ണ് വീണത് അതും എടുത്ത്. ഇത് പിന്നെ എൻ്റെ ചെരുപ്പിന് അത് മണ്ണ് നിറച്ചപ്പോൾ അതിനകത്തും ചെടി നടാൻ പറ്റി. ഒരെണ്ണത്തിലേ ഉള്ളൂ. നെക്സ്റ്റ് ഇത് കണ്ടോ, ഇത് അവിടെ കളിയിലിരുന്ന ഒരു ബക്കറ്റാണ്. പിന്നെ കുറേ മൺചട്ടി. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് പൊട്ടിപ്പോയ ഒരു സ്റ്റൂളാണ് കേട്ടോ. ആ സ്റ്റൂളിൻ്റെ അതെടുത്തിട്ട് അതിനുശേഷം ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിട്ട് മൂടിയപ്പോഴത്തേക്ക് അതും ഒരു പോട്ടായിട്ട് മാറി. നെക്സ്റ്റ് ഇവിടെ ഞാൻ മുട്ടക്കവറൊക്കെ കാണിച്ചതാണ്, മുട്ടക്കവർ. അത് നെക്സ്റ്റ് ആണ്, ഇത് നമ്മുടെ നൂഡിൽസ് വരുന്ന പാക്കറ്റാണ്. നൂഡിൽസ് വരുന്ന അത് ഞാനെടുത്ത് അതിനെയും വിട്ടിട്ടില്ല, അതിനെയും ചെടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇതെൻ്റെ സീറോ കോസ്റ്റ് ഗാർഡനിങ്ങിൻ്റെ മറ്റൊരു ഇത് കണ്ടോ, നമ്മുടെ എന്താണ് അതിനെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ മറ്റേ വെള്ളരിയല്ല, കഴുത്തങ്ക. ഇവിടെ അതിനെ കഴുത്തങ്ക എന്നാണ് പറയുന്നത് കേട്ടോ. ആ കഴുത്തങ്കയാണ്. അതിൻ്റെ ആ ഭാഗം കഴുത്തങ്ക കണ്ടിച്ച് കളഞ്ഞിട്ട് അതിനകത്ത് മണ്ണിട്ട് നിറച്ചിട്ട് 10 മണി നട്ടു. എങ്ങനെയുണ്ട്? 10 മണി കോഴി നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെടി നടാൻ പറ്റും. അടിഭാഗത്തൊരു കണ്ണിട്ടിട്ടുണ്ട് കേട്ടോ, വെള്ളം പോകാൻ വേണ്ടി.
അപ്പോൾ ഇങ്ങനെ കുറേ സീറോ കോസ്റ്റ് ഐഡിയാസ് നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് നോക്കാം. ഹാങ് പ്ലാന്റ് അധികമൊന്നുമില്ല. എനിക്ക് ഹാങ് പ്ലാന്റിനോട് അധികം താല്പര്യമുള്ള ആളല്ല. പിന്നെ ഓരോ മൂലയിലും ഓരോന്ന്, അത് മിക്കതും സീറോ കോസ്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ സീറോ കോസ്റ്റ് ആക്കി, അതങ്ങ് സീറോ കോസ്റ്റ് അല്ല, ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തല നിറയെ കായ ഉണ്ടായിരുന്നു കേട്ടോ. പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോയിലൊക്കെ മുഴുവൻ അതാണ് കണ്ടത്. ഇതാണിപ്പോൾ വീട് ഉണ്ടോ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതാണ് വീട്. ഇനി വീടിപ്പോൾ നിങ്ങൾ കണ്ടില്ല എന്ന് പറയരുത്, വീട് കണ്ടിട്ടുണ്ട്. ഇത്രയും നല്ല ചെടികൾ വെച്ചിരുന്നതാണ് കേട്ടോ. പക്ഷേ ഈ ഉണക്കത്ത് ഇങ്ങനെ. ഇനി നമുക്ക് നേരെ നമ്മുടെ തോട്ടത്തിലോട്ട് കയറാം. ഇവിടെ കണ്ടോ, ഇത് നമ്മുടെ ചെമ്പകത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. കറക്റ്റ് എനിക്ക് പേരറിയത്തില്ല, ഞാൻ സ്റ്റെമ്മ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ഇത് നമ്മുടെ തന്നെ പുരയിടത്തിൽ നിന്ന് കിളച്ചുകൊണ്ട് വന്ന് ഇട്ടേക്കുന്നതാണ്. മഞ്ഞളാണ്. അപ്പോൾ മഞ്ഞളൊക്കെ തനി നാടൻ മഞ്ഞളൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മൾ മഞ്ഞളെത്തിച്ച് തരുന്നതാണ്. കണ്ടോ എങ്ങനെയുണ്ട്. അപ്പോൾ ഇതെല്ലാം മഞ്ഞൾ ഉണക്കാൻ വെച്ചേക്കുന്നതാണ്. നെക്സ്റ്റ് ഞാനിങ്ങ് തോട്ടത്തിലോട്ട് കയറി കാണിക്കാം. ഇത് നമ്മുടെ സപ്പോട്ടയാണ് കേട്ടോ. സപ്പോട്ട കായ പഴുത്തത് കാണുമായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരെണ്ണം കിട്ടിയതാണ്. വേണ്ടത് ഇത് വിളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ സപ്പോട്ട ഉണ്ടോ, വിളഞ്ഞ്, അതുകൊണ്ടാണ് പെട്ടെന്ന് വന്നത്. അപ്പോൾ ഒരു സപ്പോട്ട എന്തായാലും കയ്യിരിക്കട്ടെ. നെക്സ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലംസ് ആണ് കേട്ടോ. നമ്മളതിന് പ്ലംസ് പല നാട്ടിലും പല പ്ലംസ് അറിയും. പക്ഷേ നിറയെ കായകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴ് ഈ വേനലായതുകൊണ്ട് വേണ്ട ഉണമെങ്കിലും 1-2 കായകളൊക്കെ ഉണ്ട്. കണ്ടോ, ഇനി അപ്പുറത്താണ് ഉണ്ടാകുന്ന നോക്കാം. ഇവിടെയൊക്കെ നിൽപ്പുണ്ട് പ്ലംസ്. തോനെ പഴം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഗാർഡൻ ടൂറിന് നമ്മൾ തിരഞ്ഞെടുത്ത സമയം മോശമായിപ്പോയത് കൊണ്ടാണ് പഴങ്ങൾ കിട്ടാത്തത്. കണ്ടോ, ഇവിടെ 2 നിൽപ്പുണ്ട്. കണ്ടോ, കൊള്ളാമല്ലയോ, അത് കാണാൻ തന്നെ ഭംഗിയുണ്ട്. അപ്പോൾ അതും കൂടെ ഇനി പറിക്കാം. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇതങ്ങ് തിന്നാം. ഓക്കെ, പ്ലംസ് അപ്പോൾ കണ്ടില്ലെന്ന് പറയരുത്. കണ്ടോ, ഈ നിന്ന് കൊത്തി തിന്ന ഇത് നമ്മുടെ പോര് കോഴിയാണ്. ഇവൻ വില്ലനാണ്. അവൻ്റെ മച്ചത്തിയാണ് കണ്ടത് ഇത്. പിന്നെ അതാ ഇത് കണ്ടോ, ഇത് ഗിനിക്കോഴി. ഗിനിക്കോഴി. കണ്ടോ, ഇവിടത്തെ മക്കളെ കണ്ടോ, പുതിയ അതിഥികൾ കിടക്കുന്നുണ്ടോ, വിരിഞ്ഞിറങ്ങി കിടക്കണം. അമ്മയും 1 2 3 4 5 2 4 5 6 അമ്മയും നല്ല തങ്കയും പിള്ളേരും എന്ന് നമുക്ക് പറയാം. കണ്ടോ കോഴി. ഇത് അറിയാമല്ലോ, റംബൂട്ടാനാണ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ദാണ്ട് ഇവിടെ 2 പേര് കിടക്കുന്നുണ്ടോ, അരയണ താറാവുകൾ കിടക്കുന്നുണ്ടോ. പൊക്കിയോളം വീട്ടിൽ നിന്ന് എൻ്റെ ചെടികളും എല്ലാം തിന്നിട്ട്. വേറെ സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് മഞ്ഞ ഇലകളല്ല. എങ്ങനെയുണ്ടേ, കണ്ടടായ്. കൊള്ളാമോ? ഇത് ആനപ്പുളിഞ്ചി അല്ല, അതിൻ്റെ തന്നെ ഒരു ടൈപ്പാണ്. സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. സ്റ്റാർ ഫ്രൂട്ട് നിറയെ കാച്ച് കിടപ്പുണ്ട്. അപ്പോൾ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പഴങ്ങൾ വേണമെന്നുള്ളവർ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്റ്റാർ ഫ്രൂട്ടൊക്കെ പറിച്ച് തിന്നാം. ഞാൻ ഒരെണ്ണം ഒറ്റയ്ക്ക് ഉള്ള ക്യാമറയും കൂടെ കൈകാര്യം ചെയ്യാനുള്ളത് കൊണ്ട് വലിയ പാട് തന്നെ. ഉണ്ടോ, സ്റ്റാർ ഫ്രൂട്ട് പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ. നല്ല പഴുത്ത ഒരെണ്ണം പറിക്കാം. നമുക്ക് ഇപ്പുറത്തെ വശത്ത് പോകാം. ഉണ്ടോ, സ്റ്റാർ ഫ്രൂട്ട് പഴുത്ത് കിടക്കുന്ന അതാണ്ട്. ഹൈവ നോക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലേ. ആണ്ടിത് അതങ്ങ് എത്തിപ്പറിക്കാം. അയ്യവ നല്ല സ്വയംവൻ സാധനം. കണ്ടോ, ഇതങ്ങോട്ട് എടുത്ത് എൻ്റെ എൻ്റെ ചാറ് പോണുണ്ടോ, അടിപൊളിയാണിത് തിന്നാൻ. അയ്യോ ചാറ് ഞാൻ അങ്ങ് തിന്നെയാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. നിങ്ങളെല്ലാവരും കൊതി വിട്ടാലും നല്ല മധുരമാണ് കേട്ടോ. നല്ല മധുരമാണ്. നമ്മുടെ പുളിയല്ലത്. അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ, കോഴി, താറാവ്, ഗിനി. അത് ഗിനി താറാവിൻ്റെ കുഞ്ഞുങ്ങൾ, വാത്ത കുഞ്ഞുങ്ങൾ, അരയന്ന താറാവ്. ഇത് നമ്മുടെ മീൻ കുളമാണ് കേട്ടോ. മീൻ കുളം ഇത്രയും തുറന്നിട്ടേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇവരുടെ സ്വിമ്മിങ് പൂളാണിത്, അതുകൊണ്ട് ഇത് തുറന്നിട്ടേക്കുന്നതാണ്.
നെക്സ്റ്റ് കണ്ടോ, ഈ കിടക്കുന്നതാണ് ആകാശവെള്ളരി. കണ്ടോ, ആ കാണാം, നിങ്ങൾക്ക് സൂം ചെയ്ത് കാണാൻ പറ്റും. എൻ്റെ മൂഡ് കാണിച്ചാൽ കണ്ടോ, ഇതാണ് ആകാശവെള്ളരി. വലിയ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വേറെ ടൈപ്പാണ്. കണ്ടോ, ആ തെങ്ങിൻ്റെ ഓലയുടെ ഇടയിൽ കൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 കണ്ടോ കുഞ്ഞ് കായകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സൂമായി കൊച്ചു കായകൾ വന്നിട്ടുണ്ടേ. അപ്പോൾ ഇത് നടന്ന് ഞാൻ നമ്മുടെ ഷെഡിലെത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ പപ്പായ ഉണ്ടോ. ഈ പപ്പായയുടെ ഒരു 6-7 വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പപ്പായ അവിടെ നിൽക്കട്ടെ, അത് പഴുത്തതാണ്. നെക്സ്റ്റ് നമുക്ക് പുതിയതാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ വന്നതാണ് കേട്ടോ. അങ്ങ് ആ കാണുന്ന നമ്മുടെ വീടാണ്. ഈ തോട്ടം എല്ലാം ഞങ്ങളുടേതാണ്. ഇതിനകത്ത് കണ്ടോ കബീറേ, വന്നാലും വീഡിയോ ചെയ്യാം. കണ്ടോ, അത് ആ ഇവിടെ ഒരാളെ കാണുന്നുണ്ടോ, അത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഞാൻ വീഡിയോ ആണ് കണ്ടോ, നാടൻ കോഴിയുടെ മുട്ട കിട്ടാൻ വല്ല വഴിയുണ്ടാന്ന്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ തനി നാടൻ പൂവനാണ്. നമ്മുടെ പൂവൻ സാധാരണ നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടും പൂവൻ കൊലയൊന്നും അതല്ല, ഇത് തനി നാടൻ പൂവനാണ്. അത് കൊലച്ച് നിൽക്കുകയാണ്. നെക്സ്റ്റ് ഇത് വന്നിട്ട് കണ്ടോ, നമ്മുടെ തനിനാടൻ കപ്പയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത് കപ്പക്കൊല. അതും കൊലച്ച് നിൽപ്പുണ്ട്. നമുക്ക് അടുത്ത കാഴ്ച. അപ്പോൾ ഞാൻ നടന്ന് നമ്മുടെ ഷെഡിലോട്ട് എത്തിയായിരുന്നു. ഷെഡെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ഇതിനെ ഫാം ഹൗസ് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് ഇതൊരു ടൈപ്പ് ചീരയാണ് കേട്ടോ. ഒരു ടൈപ്പ് ചീരയാണ്. നമ്മൾ നുള്ളി എടുക്കുക. ഇതിന് വള്ളിച്ചീര എന്നോ മറ്റോണ്ടാണ് പറയുന്നത് കേട്ടോ. ഒരു ടൈപ്പ് ചീരയാണിത്. നെക്സ്റ്റ് ഇതാണ് എൻ്റെ ആവനാഴി. ആവനാഴി മീൻസ് നമ്മുടെ പശുവിൻ്റെ ചാണകം കൊണ്ട് ഇങ്ങനെ തുറന്നിട്ടേക്കും. ഇപ്പോഴാണ് മൂടി ഉണ്ടായിരുന്നു, മഴക്കാലത്ത് മൂടി ഇട്ടേക്കും. ഇപ്പോൾ തുറന്നിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമുക്ക് അടുത്തത് നേരെ നമ്മുടെ ഫാം ഹൗസിലോട്ട് വരാം. ഫാം ഹൗസിനുണ്ട്. ഓക്കെ, നമുക്ക് കേട്ടോ, ഇതാണ് നമ്മുടെ നന്ദിനി. കണ്ടോ, നമുക്ക് ആവശ്യത്തിന് പാലും തരും, ആവശ്യത്തിനാണ്ട് പശു കായ്പിളിച്ച് തരും. നന്ദിനി ഒരു ഹായ് കൊടുക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. പുല്ലൊന്നുമില്ല, നമ്മുടെ പശു പുല്ലിവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇവരെ കാണിച്ചു. ഇത് കണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കുറേ കോഴിക്കുഞ്ഞുങ്ങൾ. ഇത് വിരിഞ്ഞിറങ്ങി കിടക്കുന്നതാണ് കേട്ടോ. ഇവരെ പുറത്തെടുത്ത് ഇട്ടുകൊണ്ട് ഇത് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, പുറത്തിറക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അകത്ത് കിടന്ന വണ്ണം കുറയും, പുറത്തിറങ്ങിയാൽ എണ്ണം കുറയുമെന്ന്. തന്നെ അകത്ത് കിടന്നാൽ തീറ്റി കുറവ് കിട്ടും, വണ്ണം കുറയും. പക്ഷേ പുറത്തിറങ്ങിയാൽ കാക്കയൊക്കെ എടുത്തുകൊണ്ട് പോകും, എണ്ണം കുറയും. അപ്പോൾ അച്ഛൻ്റെ ആ ഉപമ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ താറാവിൻ്റെ കൂടാണ്. ഇത് പിന്നെ പശുവിനുള്ള വൈക്കോല്. പശുവിനുള്ള വൈക്കോലിൻ്റെ അകത്ത് തന്നെ നമ്മളിങ്ങനെ അറകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം കോഴികൾ കയറി മുട്ടയിടാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാം ഹൗസിലെ കാഴ്ചകൾ. നെക്സ്റ്റ് ഇവനാണ് നമ്മുടെ പറഞ്ഞ താരം. പറഞ്ഞിട്ടൊന്നുമില്ല കണ്ട, ഈ വാഴ മണ്ടയടച്ച് പോയതാണ്. എങ്കിലും ഞങ്ങൾ കൊടുത്ത ആ പരിചരണത്തിന് നന്ദി എന്നോണം ഇവൻ കുലച്ച് കിടക്കുന്നുണ്ടോ. കണ്ടോ, അട്ടിപ്പൊളി നമ്മുടെ പയനീറാണ്, റോബസ്റ്റയാണ്. അപ്പോൾ ഏത്ത കുലച്ചിരിക്കുന്ന കാണിച്ചു, ഏത്ത കാണിച്ചില്ല, കപ്പ കാണിച്ചു, പൂവൻ കൊല കാണിച്ചു. ഇത് നമ്മുടെ പയനീർ റോബസ്റ്റ. ഇതാണ് ഭയങ്കര സന്തോഷം. കാരണം ഒരു മണ്ട അടച്ച് പോയ വാഴയെന്നത് അതുകൊണ്ടിറന്ന് നിൽക്കുന്നുണ്ടോ മണ്ട അടച്ചിട്ട്. കണ്ട് പഠിച്ചുവിടാടാ നിനക്കവനെ. അത് മണ്ടയടിച്ച കപ്പ, അതിൻ്റെ മൂട്ടിൽ ആവശ്യം പോലെ വളമുള്ളതാണ്. പക്ഷേ അത് പോയി. എന്നിട്ട് ഈ വാഴ മണ്ടയടച്ച് പോയിട്ട് ഇത്രയും വലിയ കൊല തന്നതിൽ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവനെ കൊടുക്കത്തില്ല, ഇവനെ നമ്മൾ തന്നെ തിന്നും. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ്. അതിൽ നിന്ന് സ്ലറി ഒഴുകി ബയോഗ്യാസ് പ്ലാന്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, അവിടെ നിന്ന് സ്ലറി ഒഴുകി തെങ്ങിൻ്റെ മുകളിലോട്ടൊക്കെ വരും. അവിടെ നിന്ന് പിന്നെ ഇത് മറ്റൊരു ടൈപ്പ് പപ്പായാണ് കേട്ടോ. ആ കാണുന്ന വേറൊരു ടൈപ്പ് പപ്പായ. നെക്സ്റ്റ് ഇത് നമ്മുടെ പുല്ലൊക്കെ എടുത്തുകൊണ്ട് വരുന്ന വണ്ടിയാണ്. എന്നിട്ട് ഇതൊരു പ്ലാസ്റ്റിക്കാണ് കേട്ടോ, എടുത്ത് മണ്ടകൾ ഇട്ടേക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുമ്പോൾ ഇത് ഞാൻ പറയണ്ടേ, ഇനി നമ്മുടെ അതിവിടെ മുള്ളാത്തി അതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഒരു ഇതൊക്കെ ഈ ഏരിയയിലൊക്കെ നമ്മുടെ ആ പപ്പായ പഴുത്ത് നമുക്ക് നോട്ടമിട്ട് വെച്ചേക്കുന്നതാണ്. നെക്സ്റ്റ് ഇവിടെയൊക്കെ ഞാൻ തുണിയെ കഴുകി ഇട്ടേക്കുന്നു. അതൊക്കെ കാണിച്ചാൽ നിങ്ങൾ ട്രോളും, അതുകൊണ്ട് അതിനകത്തോട്ടില്ല. പിന്നെ ഇത്രയും കോഴിയും താറാവും എല്ലാം കൂടെ അവർക്ക് ഞാൻ വെച്ച് കൊടുത്തേക്കുന്ന ഗസ്റ്റ് ഹൗസ് ആണത് കേട്ടോ. അതതിൻ്റെ ലുലു മോള്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്ക് എത്ര നല്ല വീടാണ് നിങ്ങൾ നോക്ക് വെച്ച് കൊടുത്തേക്കുന്നത്. അത് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഉണ്ടോ, 2 തട്ടാണ്. നെക്സ്റ്റ് അത് നമ്മുടെ വണ്ടി. അതാണ്ടോ ഇത് കണ്ടോ, ഇത് വേറെ കുറേ മക്കളാണ്. ഇവരാണ് പട്ടാളമാണ് കേട്ടോ. ന്യൂ റിക്രൂട്ട്സാണ്, പുതിയ റിക്രൂട്ട്സാണ്. അങ്ങനെ എപ്പോഴും ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ പറഞ്ഞ് നടക്കും കേട്ടോ.
പോണ മേഖല മുഴുവൻ മേഞ്ഞുകൊണ്ട് പോകും. ഇത് വണ്ടി ഇവിടെ കൊണ്ടിട്ടേക്കുന്നതെന്ന് ചോദിക്കില്ല, ഇതെല്ലാം നമ്മുടെ പെരയുടെ ആയതുകൊണ്ട് ഇവിടെ ഇട്ടേക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു ബോൺസായി വാഴ കാണിച്ചു തരാം. ഇത് കണ്ടോ ഇതിന് 2 വർഷത്തിനപ്പുറം പ്രായമുള്ളതാണ്. കുലച്ച് നിൽക്കുന്ന നിപ്പ് നോക്കിയാണ്, ആകെ ഒരു ലൊട്ട കൊലയും കൊണ്ട് നിൽക്കുന്നു. 2 വർഷം സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ അങ്ങേ വേനലിനാണ്ട് ഞാൻ വെള്ളം കോരി തുടങ്ങിയതാണ്. പക്ഷേ ലൊട്ടക്കൊല എങ്കിൽ ഇത് എന്ത് ഭേദമാണ്. വേറൊരുത്തന്നെ ഞാൻ കാണിച്ചു തരാം. കണ്ട നാണോ മാനോ ഇല്ലാതെ നിൽക്കുന്നുണ്ട. പേര് വാഴ, എവൻ്റെ പേരും വാഴ. ഉണ്ടോ നോക്കിയാണ്. എനിക്കൊരെണ്ണം, വൈഫിനൊരെണ്ണം, മോക്കൊരെണ്ണം, അച്ഛനും അമ്മയ്ക്കില്ലേ. അങ്ങനെയാണ് തിരിച്ച് അച്ഛനൊരെണ്ണം, അമ്മയ്ക്കൊരെണ്ണം, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരെണ്ണം. ഇതും വാഴയാണ്. അപ്പം അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവൻ എടുക്കാൻ. നമ്മുടെ ഈ വാഴ ഉണ്ടല്ലോ നിങ്ങൾ സാധാ വാഴയായിട്ട് തോന്നും, പക്ഷേ എനിക്ക് സാധാ വാഴയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ തൃശ്ശൂർക്കാർക്ക് അറിയാം ഇതിനെന്തോ പറയും. എൻ്റെ പഴത്തിൽ ചുമന്ന വരയുള്ളൊരു പഴം ഉണ്ടല്ലോ, ചുവന്ന വരയുള്ള ഒരു ഏത്തപ്പഴമുണ്ട്. കിലോയ്ക്ക് 100 രൂപ പുറത്താണ് അതിൻ്റെ വില. അതിനെന്തോ പറയുന്ന തൃശ്ശൂർക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞു തരണേ. തൃശ്ശൂർക്കാരുടെ മാത്രം സ്വന്തം വാഴക്കുലയാണ്. അതിൻ്റെ കന്നാണ് കേട്ടോ ഇത്. അനിയൻ തൃശ്ശൂരിൽ നിന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ പച്ചമുളകാണ്. പിന്നെ ഇതൊരു പച്ചക്കറിയാണ്, ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. എന്ത് ഓമയ്ക്ക അങ്ങനെ എന്തോ ഉണ്ട്. ചുണ്ടക്കയൊന്നും അല്ല കേട്ടോ, ചുണ്ടല്ല, ഇത് വേറെ പപ്പായയാണ്. ഇവിടെ നമ്മുടെ വയലറ്റ് പേര ഒരു പ്രാവശ്യം പൂത്ത് വന്നു, പക്ഷേ കാച്ചില്ല. ഇതിവിടെ ഇവിടെയൊക്കെ പച്ചമുളകാണ് കേട്ടോ, പച്ചമുളക്. ഇത് നമ്മുടെ പീറാപ്പിള്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിച്ചാണ് ഇത് കായ്ക്കില്ല എന്ന്. കാരണം പൂക്കുന്നുണ്ട്, ഇത് പൂക്കുന്നുണ്ട്. പീറാപ്പിളാണ്, അല്ല സോറി പീറാപ്പിള അങ്ങനെ എന്തുകൊണ്ടാണ് പേര് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ വരുമ്പോൾ കപ്പലണ്ടിയാണ് കേട്ടോ. അതൊക്കെ ഒരു കൗതുകത്തിന് നട്ടേക്കുന്നതാണ്. കപ്പലണ്ടി കണ്ടോ എൻ്റെ മൂട്ടിൽ. കണ്ടോ കാ വന്നിട്ടുണ്ട്. അമ്പം പോ അതിന് എവിടെ ഇളകിപ്പോയി. അപ്പോൾ കപ്പലണ്ടിയും പൂത്ത് കിടപ്പുണ്ട്. ഈ കപ്പലണ്ടിയൊക്കെ നമ്മൾ ഇങ്ങനെ ഇനി എന്ത് ചെയ്യുന്ന അറിയുമോ, ഇത് ഇങ്ങനെ ചാച്ചിട്ട് എന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ മണ്ണിടും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് വേരിറങ്ങി അതിനകത്ത് കായ ഉണ്ടാകും, കപ്പലണ്ടി ഉണ്ടാവും. നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. ഇത് നമ്മുടെ സാധാ വാഴക്കുല കേട്ടോ. സാധാരണ എന്തോ പറയുമല്ലോ, എന്തോ പറയുന്നു, സാധാ നമ്മുടെ വാഴ. നെക്സ്റ്റ് ഇവിടെ വരുമ്പോൾ അതെ കറ്റാർ വാഴ, മാങ്ങ. ഇതൊക്കെ ഞാൻ ഒരു ബോൺസായി ഹണ്ടിങ്ങിൽ ഞാൻ വീഡിയോ എടുത്തല്ലോ, അതിനൊന്ന് കളക്ട് ചെയ്തേനെ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിച്ച് കാണും, കുറേ പേര് ചോദിച്ചാലും ചേട്ടാ ഇതുകൊണ്ട് കളയോ എന്നൊക്കെ. പക്ഷേ ഇല്ല, ഞാൻ ബോൺസായി ഹണ്ടിങ്ങിന് എടുത്തതാണ് ഈ പ്ലാന്റൊക്കെ. ഈ 2 പ്ലാന്റ് ഞാൻ ബോൺസായി ഹണ്ടിങ്ങിലൂടെ കിട്ടിയതാണ്. ഇത് ഞാൻ കൊണ്ടുവന്നിട്ട് മണ്ണിൽ നടും. മണ്ണിൽ നടുമ്പോൾ കുറച്ചുകൂടെ പുഷ്ടിപ്പെട്ട് ആ വാട്ടമൊക്കെ അങ്ങ് മാറി വരും. അതിനുശേഷം ആ മണ്ണോട് ഇളക്കിയെടുത്ത് ചട്ടിയിലാക്കി ട്രെയിൻ ചെയ്യിച്ച് ബോൺസായി ആക്കും. അങ്ങനെ ഇതുണ്ടോ, ഇത് നിങ്ങളൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണിത്. ഞാൻ കാണിച്ചതാണ്, ബോൺസായി ആക്കി വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് അത് കാണാൻ നല്ല ഭംഗിയല്ലേ. അവിടെ നിന്നൊക്കെ വേര് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, പക്ഷേ വേരെന്നിട്ട് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. നെക്സ്റ്റ് ഇത് ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച കമ്പി കെട്ടി വളച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ തൈ വെച്ചേക്കുന്നത്. ഇത് ഞാൻ അങ്ങനെ ഡ്രൈൻ ചെയ്യിക്കാൻ വേണ്ടി ആദ്യം മണ്ണിൽ നട്ട് പിന്നെ കൊണ്ട് നട്ടേക്കുന്ന ഒരു ആൽവർഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് കരിഞ്ഞു പോയി കേട്ടോ, വെള്ളമില്ലാതെ ഇതെല്ലാം കരിഞ്ഞു പോയി. പിന്നെ അങ്ങടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങട് ഫാഷൻ ഫ്രൂട്ടാണ്, അതെല്ലാം കരിഞ്ഞ് കിടക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന തോട്ടം മുഴുവൻ ഞങ്ങളുടേതാണെന്ന് പറയുന്നത് ഭൂ ഉടമയെന്നല്ല കേട്ടോ. അങ്ങനല്ല, ഇവിടെയൊക്കെ നമ്മൾ കൃഷി ചെയ്തേക്കുന്ന തോട്ടങ്ങളാണ്. അവിടുന്ന് അത് അവിടെയാണ് റോഡ് കേട്ടോ. അതിലാണ് ഞാൻ സ്ഥിരം അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഞങ്ങൾ ഇങ്ങനെ ചെടികളും ഫലവൃക്ഷങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും മതിയല്ലേ. ഒരു കുഞ്ഞു വീഡിയോ വരുന്ന ഉദ്ദേശത്തെങ്കിലും നീണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്നിട്ട് ഞാൻ ആ വൈൻഡപ്പ് ഷോട്ട് കൂടെ അങ്ങ് എടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കാഴ്ചകൾ കേട്ടോ. വീട്ടിലെ കാഴ്ചകൾ ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. കാരണം ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി എടുത്ത വീഡിയോ ആണത്. കാര്യം വീണ്ടും ആക്റ്റീവായിട്ട് തിരിച്ചു വരണം, ഒരുപാട് പ്ലാൻ ഹണ്ടിങ് വീഡിയോ ഒക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എടുത്ത വീഡിയോ ആണിത്. ഇവിടെ കീന്ന് വിളിയേക്കുന്നുണ്ട്, അതിനകത്തൂടെ കയറി പോകുന്നത് നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ താറാവും കുഞ്ഞുങ്ങളും അതിലെ കയറി പോകുന്ന സൗണ്ടാണ് കേട്ടത്. അപ്പോഴെന്തായാലും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി കാണാൻ സാധാരണ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം
നമ്മൾ സാധാരണ ചെയ്യുന്നതെല്ലാം പ്ലാൻ ഹണ്ടിങ് ആണ്. നിങ്ങൾ പ്ലാൻ ഹണ്ടിങ് വീഡിയോ കണ്ടായിരിക്കും കുറേ പേര് ഇതിനകത്ത് എൻ്റെ കൂടെ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ പ്ലാൻ ഹണ്ടിങ് വിട്ടൊരു കളിയില്ല മച്ചന്മാരെ. ഞാൻ എപ്പോഴും പറയുന്നത് പ്ലാൻ ഹണ്ടിങ് ആയിട്ട് നമ്മൾ തിരിച്ചു വരും. എന്നാൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുള്ളതിനാൽ കുറച്ച് റെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ കാഴ്ചകളൊക്കെ അത്യാവശ്യം വീട്ടിലെ കാഴ്ച കാണിക്കാൻ പറ്റിയ അവസ്ഥയല്ലായിരുന്നു. കാരണം നമ്മുടെ കാലാവസ്ഥ വളരെ മോശമാണ്, ഉച്ച സമയമാണ്. പിന്നെ നല്ല ഇനി 2-3 മാസത്തേക്ക് ചെടികളെല്ലാം 3-4 മാസത്തേക്ക് ചെടികളെല്ലാം വാടിക്കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ എങ്കിലും ഈ വീടും ചുറ്റുപാടും നമ്മുടെ ഫാം ഗാർഡൻ ഞാൻ പറയുന്ന ഫാമും കുഞ്ഞു ഫാമാണ്. അതുമെല്ലാം നിങ്ങൾക്ക് ഒന്ന് കാണാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ എനിക്ക് കഴിഞ്ഞു. എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളോട് എത്തുന്നതാണ്. ദിസ് ടൈം ദിസ് ഈസ് സാൻവി സൈനിങ് ഓഫ്.